ഇതിൻ്റെ എഡ്ജൊക്കെ ചിപ്പായി പോകും. കണ്ട ഇതിൻ്റെ എഡ്ജൊന്നും ചിപ്പായില്ല. കണ്ട പെർഫെക്റ്റ് ഇങ്ങനെ കിട്ടും നമുക്ക്. നമസ്കാരം, സുരഭി ഫ്രീ ഫ്ലോറിംഗ് സൊല്യൂഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ സബ്ജക്റ്റ് നാനോ വെയ്റ്റ് 4K കട്ട് ചെയ്യുന്നതിനുള്ള പല സംശയങ്ങളും പല പൊട്ടിപ്പോകുന്നു, കട്ടാവുന്നില്ല, വർക്കേഴ്സിന് പല ഡൗട്ടുകളുണ്ട്. പ്രത്യേകിച്ചും ഇത് എല്ലാവരും ഇനിയുമുള്ള വർക്കേഴ്സ് കാരണം വലിയ ടൈല് കട്ട് ചെയ്യുന്ന രീതികളും അത് വിട്ടുപോകാത്ത സിങ്ക് പിടിപ്പിക്കുന്ന രീതികളാണ് ഞങ്ങളിത് പരിചയപ്പെടുത്തുന്നത്. വിഷ്ണുവാ, ഇത് ഞങ്ങളുടെ പല യൂട്യൂബ് ചാനലിലും പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ആളാണ് വിഷ്ണു. ബായ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയുന്നത് ഈ സ്റ്റാൻഡ് എന്തിനാന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റാൻഡ് നമുക്ക് വേണം കട്ട് ചെയ്യാൻ. നമ്മൾ താഴെയിട്ട് കട്ട് ചെയ്യുക, ബെഡ് ഇടുക, അതൊന്നും പ്രാക്ടിക്കൽ അല്ല. വലിയ സ്ലാബ് കട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് സ്റ്റാൻഡ് വേണം. ചെയ്ത് കഴിഞ്ഞാൽ കുറേ പെർഫെക്റ്റ് ആയിരിക്കും അല്ല വിഷ്ണു? ഇത് കട്ടായി പോരുത്. ഇതിന് തെർമോക്കോൾ ഇട്ടുമ്പോൾ കട്ടായാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ പ്ലൈവുഡ് ഇടാം, തെർമോക്കോൾ അല്ലെങ്കിൽ പ്ലൈവുഡ്. ഓക്കെ, ഞങ്ങളിപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നത് TL125 റൂബി കമ്പനിയുടെ മെഷീൻ. നിങ്ങൾക്ക് ഏതെങ്കിലും ഗൂഗിളിൽ സംശയം ഉണ്ടെങ്കിൽ TL25 എന്ന് ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽ കിട്ടും. ഈ മെഷീനാണ് നമ്മൾ ശരിക്കും ഇപ്പോഴത്തെ പുതിയ വില കൂടിയ നാനോ വൈറ്റ് പോലെ ടൈലുകൾ കട്ട് ചെയ്യാനുള്ള ഉത്തമ മെഷീൻ. കാരണം വേൾഡിൽ നമ്പർ 1 കമ്പനിയാണ്. അപ്പോൾ എന്നാലാണ് കുറേ ക്ലാരിറ്റി കിട്ടുള്ളൂ. വിഷ്ണു ഇതിലാണ് സ്ഥിരമായിട്ട് കട്ട് ചെയ്യാനല്ലോ. വിഷ്ണു എങ്ങനെയുണ്ട് ഇത് കട്ടിങ് ഒക്കെ? ഇതിൻ്റെ കൂടെ ഈ മെഷീനും വാങ്ങിക്കണം. ഈ മെഷീൻ നിങ്ങൾക്ക് ആദ്യം പരിചയപ്പെടുത്തി തരാം. ഈ മെഷീൻ നമുക്ക് ഇപ്പോൾ ഈ മെഷീനാണ് നിങ്ങൾക്ക് ഈ 45 ആംഗിൾ അടിക്കാനുള്ള മെഷീൻ. വിഷ്ണു ഒന്ന് അതിൻ്റെ ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഇത് 45 ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലാണ് 45ൻ്റെ ഇതുള്ളത്. ഈ സാധനം ഇത് ഫുള്ള് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ 45 ആയി. കണ്ടോ? ഇതിൽ നമുക്ക് 30 അടിക്കണം 30 അടിക്കാം, 50 അടിക്കണം 50 അടിക്കാം, 0 ഡിഗ്രി വേണമെങ്കിൽ 0 ഡിഗ്രിയും കട്ട് ചെയ്യാം. കണ്ടോ? ഇതിങ്ങനെ ലോക്ക് ചെയ്താൽ മതി. ഇപ്പോൾ 45 അടിക്കണമെന്നുണ്ടെങ്കിൽ റൈലിൽ ഇട്ടതിന് ശേഷം നമ്മൾ ഫുൾ 45 ആക്കിയതിന് ശേഷം ഇത് ക്ലാമ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ 45-ലായിരിക്കും കട്ടിങ് വരാം. അപ്പം മെഷീൻ ഇങ്ങനെ വരും. ഓക്കെ, ഇത് ഉപയോഗിക്കേണ്ടത് നമ്മൾ റെയിൽ വെച്ചിട്ടാണ്. ഈ റെയിൽ വേണം നമുക്ക്. നമ്മൾ പണ്ടൊക്കെ നമ്മൾ നേരിട്ട് കട്ട് ചെയ്ത് പോകുമായിരുന്നു. പക്ഷേ അതൊക്കെ പെർഫെക്ഷൻ്റെ പ്രശ്നം കൊണ്ട് നമ്മളിങ്ങനെ റെയിൽ വേണം ഇതിന്. ഈ റെയിൽ അതാണ് നമുക്ക് എത്ര ലെങ്ത് ഉള്ള സ്ലാബ് വരെ കട്ട് ചെയ്യാം. അതിൻ്റെ ഒപ്പം തന്നെ മാനുവലായിട്ട് ഇത് വരച്ചിട്ട് കട്ട് ചെയ്യാം. പിന്നെ നമ്മൾ കട്ടർ ദൈവത്തോർത്ത് എല്ലാവരും കാര്യം കട്ടർ വെച്ച് കട്ട് ചെയ്ത് സ്ക്രാച്ചസ് വീണെന്ന് പറഞ്ഞ് ദിവസം കസ്റ്റമർ വിളിക്കുന്നുണ്ട്. കട്ടർ മണലിലൊക്കെ ഇട്ട് കട്ട് ചെയ്താൽ സ്ക്രാച്ചസ് വീഴും. നമ്മൾ എല്ലാവരും കട്ടർ വെച്ച് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ മണ്ണുണ്ടാവരുത്, പൊടി ഉണ്ടാവരുത്. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് കട്ട് ചെയ്തില്ലെങ്കിൽ അത് പിന്നെ പരാതി പറഞ്ഞാൽ കാര്യമില്ല. ഇത് ടൈലിൻ്റെ മുകളിലേക്ക് ഈ സാധനം കയറ്റി കൊടുക്കാം. ഫുള്ള് പകുതിയാക്കി ക്രോസ് ചെയ്തിടാം. അപ്പോൾ പിന്നെ ഇത് വളയാനോ അങ്ങോട്ട് ഇങ്ങോട്ട് വ്യത്യാസം വരാനോ പകുതി ആക്കി ഇട്ടിട്ട് അത് അവിടെ നിന്ന് വിട്ടുപോല. എന്നിട്ട് ഇത് മുറുക്കാം. ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ എവിടെയാണ് ഉദ്ദേശിക്കുന്നത് അവിടെ കട്ടിങ്. ഇതിൻ്റെ അകത്ത് നമുക്ക് 2 രീതിയിൽ നമുക്ക് കട്ട് ചെയ്യാം. ഒന്ന് നമുക്ക് ഈ രീതിയിൽ ഉപയോഗിക്കാം. അതായത് ലോക്കായി. ഇപ്പം നമ്മളിത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വരച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്യാൻ പറ്റും. ഇത് ചെറിയ സ്ലാബുകൾക്കാണ് ഇത് പറ്റുള്ളൂ. വലിയ സ്ലാബിന് ഈ ബ്ലേഡ് മാറണം. ഇപ്പം നമ്മൾ കട്ട് ചെയ്യുന്നത് ഇത് റൂബിയുടെ 45 ഡിഗ്രിയിൽ കട്ട് ചെയ്ത് മകരടിച്ചോട്ടിക്കുന്ന സിസ്റ്റമാണ് കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ 45 ആംഗിളിൽ നമുക്ക് കട്ട് ചെയ്യണമെങ്കിൽ 20 mm അല്ലെങ്കിൽ 2 സെൻറ്റിമീറ്റർ വിടണം. വിട്ട് കഴിയുമ്പോൾ നമ്മൾ അടിക്കാം. പക്ഷേ ഒരു കാര്യം നമ്മൾ വളരെ ശ്രദ്ധിക്കാം. ഇവിടെ നിന്ന് ഇത്രയും വിട്ടതിന് ശേഷം നിങ്ങൾ ആ കട്ടിങ് പോകാൻ വേണ്ടി ഇത്രയെങ്കിലും നമുക്ക് എഡ്ജ് നിൽക്കണം. ഒരു 3 mm എഡ്ജ് നിൽക്കണം. നിന്നില്ലെങ്കിൽ ഈ എഡ്ജ് തളർന്ന് പോകും, ചിപ്പായി പോകും. അപ്പോൾ ഇവിടെ ഈ 3 mm നിന്നിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ റെയിലിൽ ഈ ബെയറിങ്സ് കറക്റ്റായിട്ട് വീണാലാണ് നമുക്ക് കട്ടിങ്ങും കറക്റ്റായിട്ട് പോകുള്ളൂ. ബെയറിങ് തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കട്ടിങ്ങിലും മാറ്റങ്ങൾ വരും. അപ്പോൾ ഇത് ഇടേണ്ടത് എപ്പോഴും നമ്മൾ കട്ടർ ഇങ്ങനെ കൊണ്ട് വയ്ക്കാതെ ബാക്കിൽ നിന്ന് തന്നെ ഇട്ട് കയറ്റി പോരണം. ഇങ്ങനെ തന്നെ ഇട്ട് പോന്നാലാണ് കറക്റ്റ് ഇതിലേക്ക് വരുള്ളൂ. ആണോ? ഓക്കെ, ഇനിയിപ്പോൾ വെള്ളം തുറന്ന് നമ്മൾ പയ്യെ സ്റ്റാർട്ടിങ് ചെയ്യാൻ പോകണം. അതെ, ഈ വെള്ളം നല്ല ഇത് കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ നാനോവൈറ്റ് ഹെവി ക്വാളിറ്റി കൂടിയ മെറ്റീരിയൽ കട്ട് ചെയ്യുമ്പോൾ ഉക്രങ്ങളെയും പോലെ നിർമ്മിച്ച മെറ്റീരിയൽ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഡ്രമ്മിൽ നിന്ന് വെള്ളം എടുത്താൽ പോരാ, നേരെ പൈപ്പ് ലൈനിൽ നിന്ന് പ്രഷറായിട്ട് വെള്ളം എടുക്കണം. നല്ല വെള്ളം വേണം. പിന്നെ കട്ടർ തള്ളി കൊടുക്കരുത്. തന്നെ മെഷീൻ കട്ട നീങ്ങിക്കോളും. വെറുതെ അങ്ങനെ ജസ്റ്റ് ഒന്ന് തള്ളാവും. അല്ലാതെ എല്ലാവരും തള്ളി അമർത്തി പിടിച്ചാണ് ഈ ക്രാക്ക് വീഴുന്നത്. അങ്ങനെ വീഴ്ത്തരുത്. ജസ്റ്റ് ഒന്ന് പേരിന് തള്ളി കൊടുക്കാം കേട്ടോ.
ഇതിൻ്റെ കണ്ട എഡ്ജൊന്നും ചിപ്പായില്ല കണ്ട. അല്ലാതെ കണ്ട നോക്കി എൻ്റെ അടിയിൽ കുറച്ച് 2mm 3mm ഇറക്കിയിട്ടിട്ട് നമ്മൾ കട്ട് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ മെയിൻ കാരണം അതാണ്. ഈ റെയിലില്ലെങ്കിൽ കൈ വൈബ്രേറ്റ് ചെയ്യും. റെയിലില്ലാതെ കട്ട് ചെയ്യുമ്പോൾ കൈ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ എഡ്ജൊക്കെ ചിപ്പായി പോകും. കണ്ട ഇതിൻ്റെ എഡ്ജൊന്നും ചിപ്പായില്ല കണ്ട. പെർഫെക്റ്റ് ഇങ്ങനെ കിട്ടും നമുക്ക്. ഇതിൻ്റെ മെയിൻ കാരണം ഇതിപ്പോൾ പോളിഷ് ചെയ്യുക എന്ന് നമ്മൾ പറയും. ഇതിപ്പോൾ ഡയറക്റ്റ് പോളിഷ് ചെയ്യുക എന്ന് പറയുന്നത് ഇത് മെഷീനിൽ ചെയ്യുന്ന പോളിഷിങ്. ഒരു കാരണവശാലും നമ്മൾ കൈകൊണ്ട് ചെയ്ത ഈ ഫിനിഷിങ് കിട്ടില്ല. ഒരു 80% നമുക്ക് ഫിനിഷിങ് കിട്ടുള്ളൂ. അപ്പോൾ അതിന് മുകളിലേക്ക് ഒരു ഫിനിഷിങ് വേണമെങ്കിൽ നമുക്ക് ഈ ഇങ്ങനെയുള്ള 45 ഡിഗ്രി അടിച്ച് 2 പീസ് നമ്മൾ ഒട്ടിക്കുന്ന ഒരു സമ്പ്രദായമാണ് നമ്മൾ കാണിക്കുന്നത്. നമുക്കിപ്പോൾ നേരത്തെ നമ്മൾ 3mm ഇവിടെ വിട്ടിട്ടാണ് താഴേക്ക് ഗ്രൂ ചെയ്തത്. അത് കഴിഞ്ഞ് പേപ്പർ, അതായത് ഈ മെഷീൻ കൊണ്ട് പേപ്പർ ജോയിൻ്റ് കൊണ്ട് അടിച്ചാൽ അത് വേറെ ഫിനിഷിങ് കണ്ടാം, എഡ്ജ് പോലെ. ബ്ലേഡ് ഒരിക്കലും പഴുക്കാൻ പാടില്ല. ഈ ബ്ലേഡിൽ കൂടെ തീ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ചിപ്പായി പോകും, പിസർ ചിപ്പായി പോകും. അപ്പോൾ എപ്പോഴും പതുക്കാനും സ്ലോവിൽ നല്ലവണ്ണം വെള്ളം കൊടുത്തിട്ടേ കട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇതാണ് നമ്മൾ 2 സെൻറ്റിമീറ്ററിന് കട്ട് ചെയ്ത് വെച്ച പീസ്. ഇത് സാഡിയിൽ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ 2 സെൻറ്റിമീറ്ററിന് ഈ പീസ് കട്ട് ചെയ്ത് വെച്ചാൽ കണ്ടോ. ഇത് അടിയിൽ ഇങ്ങനെ സപ്പോർട്ട് കൊടുക്കേണ്ടതാണ് 90 ഡിഗ്രി ഒട്ടിക്കുമ്പോൾ. അപ്പോൾ നമുക്കിത് ഒട്ടിക്കുമ്പോൾ അത് എങ്ങനെയാണ് ഇത് വെക്കേണ്ടതെന്ന് നമ്മൾ കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഇത് ഫെവിക്കോൾ കമ്പനിയുടെ ആണ്. ക്ലാഡക്സ് എന്ന് പറഞ്ഞാണ് വാങ്ങിക്കേണ്ടത്. ക്ലാഡക്സ് എന്ന് പറഞ്ഞ് വാങ്ങിക്കുക. ഈ 2 ബോട്ടിലാണ് കിട്ടുന്നത് നമ്മൾ ടൈലൊട്ടിക്കുന്നത്. ഇത് രണ്ടും മിക്സ് ചെയ്യാം. കുറേ പ്രൊഡക്റ്റ് ഉണ്ട്. ഞാനിപ്പോൾ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തും, അടുത്തതിൽ വേറൊരു പ്രൊഡക്റ്റ് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇത് മിക്സ് ചെയ്യുക. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്ലാസ് ബോണ്ട് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇത് ഗ്ലാസ് ബോണ്ട്. ഇത് മിക്സ് ചെയ്താൽ വൈറ്റ്നസ് ഇമ്പ്രൂവ് ചെയ്യും. വൈറ്റ്നസ് ഇമ്പ്രൂവ് ചെയ്യുക. ഇത് 2 കൂടി ഉണ്ട്, മിക്സ് ചെയ്യാം. പിന്നെ നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിഗ്മെൻ്റ് ഉണ്ട്, പിഗ്മെൻറ്റിൽ കൂടി വൈറ്റ് കൂട്ടാം. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇത് 2:1 അനുപാതത്തിലാണ് മിക്സ് ചെയ്യേണ്ടത്. ഇത് 2 അംശം എടുക്കുമ്പോൾ ഇത് 1 അംശം എടുക്കുക. ഇത് കുട്ടികളുടെ നല്ല രണ്ടും കൂടി നല്ല വൃത്തിയിൽ മിക്സ് ആവണം. 25 തൊട്ട് 35 മിനിറ്റ് വരെയാണ് സെറ്റിങ്ങിൻ്റെ സമയം. അപ്പോൾ സെറ്റ് ചെയ്ത് കുറച്ച് നേരം വെച്ചിട്ട് ഇത് ഒട്ടിച്ച് കഴിഞ്ഞാൽ വേഗം ഒട്ടിക്കാൻ പറ്റും. മിക്സ് ചെയ്തതിന് ശേഷം മിക്സ് ചെയ്ത് അപ്പം ഒട്ടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് ഭയങ്കര ലൂസായിരിക്കും, നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഈ ചെറിയ പീസിൻ്റെ അടിയിൽ സപ്പോർട്ടായിട്ട് നമ്മൾ ഒട്ടിക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും വിട്ടുപോകാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ അടിയിൽ സപ്പോർട്ടായിട്ട് നമ്മൾ ഒട്ടിക്കും. ഇത് ക്ലാമ്പ് ചെയ്ത് ആദ്യം ഇത് ഒട്ടിക്കണം. അത് കഴിഞ്ഞിട്ട് 45 ഡിഗ്രി ഒട്ടിക്കാൻ പറ്റും. അപ്പോൾ നമ്മളിത് ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് എടുക്കാൻ കേട്ടോ. കണ്ടോ, ഇതെന്ന് പറഞ്ഞാൽ ഫുൾ ബോഡിയാണ്. കാരണം ഈ ബ്ലാക്ക് കണ്ടില്ല, ബ്ലാക്ക് ഫുൾ ബോഡി. ഇതിൻ്റെ മുകളിലുള്ള ഡിസൈൻ, ഇതിൽ മുകളിലുള്ള ഈ ഡിസൈൻ നമുക്ക് ഇതിൻ്റെ അടിയിലേക്ക് വരില്ല. സ്പെഷ്യൽ എഫക്റ്റ് ഡിസൈൻ അല്ല. 90% എന്താണോ അതാണ് ടൈലിൻ്റെ ബാക്കിലേക്ക് വരുള്ളൂ, ബാക്ക് സൈഡിലേക്ക് വരുള്ളൂ. സ്പെഷ്യൽ എഫക്റ്റ് വരില്ല. ഇത് ഡിജിറ്റൽ 4Kയിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ സ്പെഷ്യൽ എഫക്റ്റ് വരാത്തതുകൊണ്ട് നമ്മൾ ഈ സൈഡ് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ 45 ഡിഗ്രിയിൽ ഇങ്ങനെ ചരിച്ച് പീസ് ഒട്ടിക്കണം എന്ന് പറയുന്നത്. ഇനി ഫുള്ളായിട്ട് കിട്ടുന്ന നാനോ 4K ഉണ്ട് കേട്ടോ. താഴേക്ക് കിട്ടുന്നതുണ്ട്, താഴെ കിട്ടാത്തതുണ്ട്. നമ്മളൊരു അത്യാവശ്യം മതി. ഇതിൽ ഓവർ ഗം ഇട്ടുകൊണ്ട് കൂടുതൽ ഒട്ടും എന്ന തെറ്റിദ്ധാരണയാണ്. ആവശ്യത്തിനുള്ള ഗമ്മാണ് ഇതിൽ ആവശ്യമുള്ളൂ. അതെല്ലാവരും ശ്രദ്ധിക്കണം. അതായത് ഒട്ടിക്കുമ്പോൾ വളരെ പെർഫെക്റ്റായിട്ട് ശ്രദ്ധിക്കണം. സ്ലോയിൽ ഒട്ടിക്കണം.
ഇതിൽ ടൈറ്റ് ചെയ്തിട്ട് ഇതിന് വലിച്ചിട്ട് വേണം ഇതിലേക്ക് ഒട്ടിക്കണം. ഇപ്പോൾ സെയിം ഡിസൈൻ തന്നെ ഇവിടെ ഇറങ്ങി വന്നു കണ്ട, മോളിൽ നിന്ന് കാണുന്ന ഡിസൈൻ തന്നെ ഇവിടെ താഴെ ഇറങ്ങി വന്നു കണ്ട. ഈ വൈറ്റ് കറക്റ്റായിട്ട് വൈറ്റ് വന്നു. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന സ്ഥലം കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ ഓക്കെ, അപ്പോൾ എല്ലാവരും ഇന്നത്തെ ഈ വിഷ്ണുഭായ് ചെയ്ത വർക്കുകൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു. നല്ല അടിപൊളി വർക്കാണ്. കാരണം എങ്ങനെയാണ് നിങ്ങൾ 4K എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം, പ്രത്യേകിച്ച് വർക്കർ ശ്രദ്ധിക്കണം. പിന്നീട് അതിൽ പരാതി വിളിച്ചു പറയാതിരിക്കാനും കസ്റ്റമർ ശ്രദ്ധിക്കണം. ഈ പ്രോഗ്രാം കണ്ടുകൊണ്ട് ഈ സ്ഥാപനത്തിൽ ടൈല് വാങ്ങിക്കാനോ നിങ്ങളിവിടെ വന്നെടുക്കാൻ വേണ്ടിയല്ല. കണ്ടമാനം കസ്റ്റമറുടെ മിസ്റ്റേക്ക് എൻ്റെ യൂട്യൂബ് ചാനലിൽ എനിക്ക് എൻക്വയറി ഇട്ടതും ഗൾഫിലുള്ള ഓരോരുത്തരും കഷ്ടപ്പെടുന്ന പൈസകൾക്ക് വേസ്റ്റ് പോയിട്ട് അവരുടെ ഫോൺ കോളും അവർക്ക് മറുപടി കൊടുത്തതിൻ്റെ ഒരു മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ പ്രോഗ്രാം നിങ്ങൾ അവതരിപ്പിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ മൊബൈൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ വോയിസ് മെസ്സേജ് അയച്ചാൽ മതി. വിളിക്കരുത്. വിളിച്ചാൽ നമുക്ക് ഫോണിൽ സംസാരിച്ച് സംശയങ്ങൾ തീർക്കാൻ സാധിക്കില്ല. അപ്പോൾ എല്ലാവരും വാട്സപ്പിൽ ഈ മെസ്സേജ് ഇടണം. പിന്നെ ഇന്ന് വിഷ്ണുഭായിക്ക് ഒരു യൂട്യൂബ് ചാനൽ സിസ്റ്റം പറഞ്ഞോ, പക്ഷേ സിസ്റ്റമാറ്റിക് ടൈൽ ഫ്ലോറിംഗ് ഐഡിയാസ്, അതിലേക്ക് നിങ്ങളെല്ലാവരും കാണുക. പിന്നെ ഇതിനേക്കാളും നല്ല നല്ല പ്രോഗ്രാമായിട്ട് ഞങ്ങൾ അടുത്ത് എത്രയും പെട്ടെന്ന് എത്തുന്നതാണ്. നമുക്കിനി കുറച്ച് വർക്കുകളൂടെ ഇതിൽ തീരാനുണ്ട്. അത് ഞങ്ങളിപ്പോൾ തീർത്ത് നിങ്ങൾക്ക് ഫൈനലായിട്ട് കാണിക്കും. നമുക്ക് ഒരു ദിവസം ഉണങ്ങാൻ വെക്കണം. ഉണങ്ങി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ഇതിൻ്റെ എല്ലാം ഫൈനൽ വർക്ക് കാണിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുവരെ കണ്ടുന്നവരെല്ലാവരും, പിന്നെ നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ഇടണം. നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും ഞങ്ങൾ പ്രതീക്ഷിക്കാം.